എല്ലാവരും എവിടെ പോയി? യേശുവേ, യേശു. കേശു, ഞാൻ ആ സോഫയിൽ തങ്ങടെ മയങ്ങിപ്പോയി. കണ്ടായിരുന്നു. ആ, എല്ലാവരും എവിടെ? എല്ലാരും പുറത്തിരുന്ന് സംസാരിക്കുക. ആ, വിളിക്ക്, ഞങ്ങൾ ഇറങ്ങാൻ പോണു. ഇപ്പഴേ പോകണ്ട അച്ഛാ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പോണം. മോളെ പോയി അമ്മനെ വിളിച്ചിട്ട് വാ, ചെല്ലേ. കേശു, എടാ ഇവിടെ വോൾട്ടേജിന്റെ വല്ല പ്രശ്നമുണ്ടാ? അത്യാവശ്യം ഇല്ലാതില്ല. ആ, കാരണേ ഫാനൊക്കെ ഇടക്കിടക്ക് സ്ലോ ആവുന്നുണ്ട്. സംഭവം എന്താണെന്നറിയാമോ? ഇത് പഴയ വയറിംഗ് ആണ്. അത് നമുക്ക് മൊത്തം മാറ്റണം, അല്ലെങ്കിൽ ഉണ്ടല്ല കറണ്ട് കൂടുതൽ വലിക്കും, കറണ്ട് ബില്ല് കയറും. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, വൈദ്യുതി അമൂല്യമാണ്, സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. ആ എന്താ വിളിച്ചേ? പോകണ്ടേ? പോണം. ഇനി ഇത്രേരം കിടന്ന് ഉറങ്ങില്ലായിരുന്നോ? ഉറങ്ങി എണീക്കാതെ എങ്ങനെയല്ലേ പോകുന്നത്? അല്ലാതെ വേറൊന്നുമല്ല, ഞാൻ ആ ഉച്ചയൂട് കഴിച്ച ക്ഷീണത്തിന് സോഫയിൽ അങ്ങോട്ട് മയങ്ങിപ്പോയി. അയ്യോ, എന്നാ പിന്നെ അകത്ത് വന്ന് കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നു? അതൊന്നും വേണ്ട, കുഞ്ഞൊരു മയക്കം കഴിഞ്ഞപ്പോ ഞാൻ ഉഷാറായി. അത് മറ്റൊന്നും കൊണ്ടല്ല, കുറെ നാള് കൂടിയായി എരിവും പുളിയുള്ള കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നത്. അല്ല, നമുക്ക് അവിടെ എരിവും പുളി കുറവാണല്ലോ. അമ്മോ, ഇവരിറങ്ങണം എന്ന് പറയാണ്. അയ്യോ, പെട്ടെന്നോ? ടാക്സി ബുക്ക് ചെയ്യണ്ടേ അച്ഛാ? ആ, മോളൊരു ടാക്സി ബുക്ക് ചെയ്തോ. ஐயோ இப்பவே போக வேண்டாம், நாளைக்கு பிரேக்ஃபாஸ்ட் எல்லாம் சாப்பிட்டுட்டு மெதுவா போலாம். അല്ല, സത്യം പറഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഫുഡ് കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതായിരിക്കും അതിന്റെ ഒരു ഇത്. ഓനത് അടുത്ത വട്ടാവട്ടെ. ഇപ്പൊ പാകത്തിന് ഡ്രസ്സൊക്കെ എടുത്തു വന്ന് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അപ്പൊ പോവാ. കണ്ടോ കണ്ടോ, അമ്മ ഇങ്ങനെയാ ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ചതേ ചെയ്യത്തുള്ളൂ, അല്ലേ അമ്മ? അമ്മ പോവണ്ട, അച്ഛന്ന് പറ പോവണ്ട. കുഴപ്പള്ളത്തെ അച്ഛൻ വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ചാ പോവില്ല. അതാണല്ലോ അച്ഛന്റെ ഒരു ഇത്. உங்களுக்கு தலைக்கறி ரொம்ப பிடிக்கும்ல? நாளைக்கு இருக்கிறதா இருந்தா நான் ஸ்பெஷலா தலைக்கறி வச்சு கொடுப்பேன். லெச்சு எப்பவுமே சொல்லுவாங்க உங்களுக்கு தலைக்கறி ரொம்ப பிடிக்கும்னு. ഈ ലച്ചിന്റെ ഒരു കാര്യം, എന്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ അറിയാം. സീത, പിള്ളേരൊരു ആഗ്രഹം പറഞ്ഞതല്ലയോ, നാളെ പോവാ. അതന്നെ, നാളെ പോവാ. അമ്മ നാളെ പോവാ. நாளைக்கு போலாங்க. എന്തായാലും എല്ലാവരുടെ ആഗ്രഹമല്ലേ, നമുക്ക് നാളെ പോവാം. അയ്യോ, അത് പറ്റൂല. അച്ഛനും അമ്മ രാത്രി കഴിക്കാനുള്ള ഗുളിക എടുത്തിട്ടില്ലല്ലോ. ഗുളിക കഴിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നവും അല്ലേ അച്ഛാ? പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഗുളികയുള്ളതാ, അത് കുഴപ്പമാവും. ശരിയാണല്ലോ. എന്താ ഇപ്പൊ ലിസ്റ്റ് എന്നാ മതി, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. പക്ഷേ എല്ലാ ഗുളികയുടെ പേര് എനിക്കറിയില്ല. അതിപ്പോ ലച്ചുവിന് അറിയാമല്ലോ, ഇല്ലേ മക്കൾക്ക് അറിയത്തില്ലയോ? ലച്ചുനറിയാം, ലച്ചുന് എല്ലാ ഗുളികയുടെ പേര് കൃത്യമായിട്ട് അറിയാം. ആ, പിന്നെ എനിക്കറിയാം. ഞാൻ പേര് പറഞ്ഞുതരാം കേശു. എന്നാ പിന്നെ അമ്മയച്ഛന് നാളെ പോയാ മതി. ഞാനേ സിദ്ധുവിനെ ഒന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ, അച്ഛനും അമ്മയും ഇന്ന് ഇവിടെയാ നിക്കുന്നേന്ന്. സന്തോഷം കൊണ്ടേ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റേ, ഇപ്പൊ വരാം. ഓ എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ അമ്മയ്ക്ക് എന്നെ പേടിയാന്നൊക്കെ എനിക്ക് ഇവിടെ പറയാൻ തോന്നിയത്. കുറച്ച് സമയത്തിന് സിദ്ധു ഇവിടെ ഇല്ല. മിക്കവാറും ഞാൻ തള്ളി വെച്ചതൊക്കെ പൊളിയും. മര്യാദക്ക് വീട്ടിൽ പോകാൻ പോയവരാ. ഈ അമ്മൂമ്മയ്ക്കും കേശവനും പാറുവിനും കനകാനിക്കൊക്കെ എന്തിന്റെ കുഴപ്പം ഇവരെ പിടിച്ചു വെക്കണ്ടേ? മര്യാദക്ക് അവര് വീട്ടിൽ പോയാനെ. ലച്ചോ, എന്ത് പറ്റി? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അല്ല, മൊത്തത്തിലൊരു വശപ്പശക്. അത് അമ്മ കറക്റ്റ് നിങ്ങൾ വന്ന ദിവസം തന്നെ സിദ്ധു ഇവിടെ ഇല്ലല്ലോ. അപ്പൊ എല്ലാം കൂടെ ആലോചിച്ചപ്പോ മൊത്തത്തിൽ അങ്ങ് ഇമോഷണൽ ആയിപ്പോയി. അപ്പൊ എന്തായാലും ഞാനും അച്ഛനും ഇന്ന് പോണില്ല.